അല്ല ഈ ഷൈൻ ടോം ചാക്കോ ഓടിയതേ ഭയങ്കര പ്രശ്നമായേക്കാണല്ലോ. ഇപ്പൊ ഇയാള് ചാടി ഓടിയത് ഇപ്പൊ ഭയങ്കര ചർച്ചയാണ് ടെലിവിഷനിലൊക്കെ. ഭയങ്കര ഓടാൻ പാടില്ലേ, ഷൈൻടോമിന് ഓടാൻ പാടില്ല എന്ന് അവര് പറയണം. ഷൈൻടോം ഓടി ശരിയായില്ലോ. ശരിയാ, അതിന്റെ മോളിൽ നിന്നൊക്കെ എടുത്ത് ചാടുന്ന അത്ര റിസ്ക് ഉണ്ട്. അതെനിക്കൊന്ന് പാർക്കർ പോലെയോ മറ്റേ ഫ്രീ റണ്ണിങ് പോലത്തെ എന്തോ പരിപാടി പ്രാക്ടീസ് ചെയ്യുന്നത്. ഷൈൻടോം ഓടുമ്പോൾ പാടിയതാണോ പ്രശ്നം അതോ ഓടാൻ പാടില്ലെന്നാണോ പ്രശ്നം? ഓടാൻ പാടില്ല അതാണ് പ്രശ്നം. ഏതാ പ്രശ്നം ഇവിടെ? ഓടുമ്പോൾ പാടിയില്ല, പാടിക്കൊണ്ട് ഓടണ്ടേ. അതെ അതെ. എടാ അതൊരു ഹോട്ടലിന്റെ മോളിൽ നിന്ന് പുള്ളി ഒരു രസം നോക്കി. എടാ ആ ജനലിൽ കൂടെ നോക്കിയത് സ്വിമ്മിംഗ് പൂള് കാണുന്നുണ്ട്. അപ്പൊ പുള്ളി ഇങ്ങനെ നോക്കിയപ്പോ ഓർത്ത് എന്നാ പിന്നെ ഈ സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് ചാടാം, ഒന്ന് കുളിച്ചേക്കാം എന്നിട്ട് അതുവഴി ഇറങ്ങി അങ്ങ് പോയേക്കാം. അവിടെ പുള്ളി ചാടി ഒന്ന് വെള്ളത്തിലൊക്കെ നനഞ്ഞ് നേരെ ഇറങ്ങി പോയി. എവിടെല്ലോ ഓടുന്ന ഷൈൻടോം കൂടാതെ വഴിയുണ്ടോ കേരളത്തിൽ? ഷൈൻടോം ഓടി വഴിക്ക് പുല്ല് പോലും കിളിച്ചിട്ടില്ലെന്നാ പറയുന്നത്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ ഹോട്ടലിലൊക്കെ താമസിച്ചിട്ട് ആൾക്കാര് ഈ ഹോട്ടല് പൊളിച്ച് ഇറങ്ങി ഓടുക എന്നൊക്കെ പറയുന്നത് കോമഡി അല്ലേ? ചെറിയ കോമഡി ആണത്. കൊള്ളാം എന്തായാലും. ഇങ്ങനെ അത് രസമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇയാളുടെ പരിപാടിയൊക്കെ. എനിക്ക് ഇയാളുടെ എല്ലാ പരിപാടികളും ഇഷ്ടമാണോ? അയാൾ എന്തോ അയാളുടെ മയക്കുമരുന്നുണ്ടോ? മയക്കുമരുന്നുണ്ടെന്നാണ് പറയുന്നത്. MDMA മയക്കുമരുന്നല്ലല്ലോ. MDMA ആണോ എന്താണോ? അല്ലല്ലോ, MDMA ഉണർത്തുമരുന്നാ. മയങ്ങത്തേ ഇല്ല. MDMA ഒക്കെ അടിച്ചാൽ ആർക്കാ മയക്കം? 4 ദിവസമൊക്കെ ആൾക്കാർ ഇതിനെ ഉറങ്ങാൻ. ചിലവന്മാർ 7 ദിവസമൊക്കെ ഉറങ്ങിയില്ലെന്ന് അടിച്ചടിച്ചിരുന്നൊക്കെ പറയും. ഭ്രാന്ത് പിടിച്ച് കാണത്തില്ലേ, ഉറപ്പല്ലേ? ഇവർക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയ ഇല്ലടോ. അതെ അതെ. ഒന്നാമത്തെ കാര്യം അത് വേറൊരു സൈഡില്ല, അത് വേറൊരു വിഷയം തന്നെയാണ്. എന്തോ അടിച്ചാലെന്താ. പക്ഷെ വേറെ കാര്യം കേട്ടോ, ഷൈൻടോമിനെ പേടിച്ച് കാണും. ഷൈൻടോമിനെ ഓൾറെഡി പോലീസുകാർ അന്വേഷിക്കുന്നു, ഒരു പെൺകൊച്ചാണ്ട് പരാതി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പോലീസുകാർ വരുന്നത് കണ്ടത്. പുള്ളി ഓർത്താണ് പുള്ളിയെ പിടിക്കാനാണ്. മനസ്സിൽ സത്യത്തിൽ ആളെ പിടിക്കാനല്ല വന്നത്, വേറെ ഏതോ പരിപാടിക്ക് വന്നാ. ഓടിക്കോ CID's escape ഓടുവാ. പറഞ്ഞ കേട്ടായിരുന്നോ? എന്താ MDMA-ക്കകത്ത് പാതി കൊക്കൈനും ബാക്കി കഞ്ചാവുമാണ്. എന്നാ കുറച്ച് MDMA വേണമല്ലോ. അങ്ങനെയാണെന്ന് അയാളെ ജോലി എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ കേട്ട ആള് ചിരിച്ചോണ്ട് പറഞ്ഞ ശരി സമ്മതിച്ചെന്ന്. എടാ അയാളെ അപ്പഴേ ജോലി എന്ന് പറഞ്ഞു തരണം. അയാൾക്ക് ഈ വിഷയം അറിയാതെ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്? എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ചിട്ട് പറയും ഇത് അതാ മറ്റേതാ മറിച്ചാന്നൊക്കെ പറയും. അത് കൊള്ളാം. MDMA മാനേജിംഗ് ഡയറക്ടർ മാസ്റ്റർ ഓഫ് ആർട്സ്. ഇതിനകത്തെ ഈ വിൻസി പരാതി കൊടുക്കുന്നില്ലെന്നും പറഞ്ഞാൽ പുള്ളിക്കാരുടെ ഉദ്ദേശം പരാതി കൊടുക്കാന്നോ പോലീസ് കംപ്ലൈന്റ് ചെയ്യാന്നുള്ളൊന്നും ആയിരുന്നില്ലെന്നാണ് വിൻസി പറയുന്നത്. പക്ഷെ അപ്പൊ ഈ അമ്മ സംഘടന ചേംബറും മറ്റേ കാർപ്പറേറ്ററും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ കുറെ പേര്. ഇവരിറങ്ങിയിട്ട് പറയണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഷൈനിനെ ഇതിനകത്ത് അങ്ങ് പുറത്താക്കും. ഇനി പുറത്താക്കലുണ്ടോ? ഇനി പുറത്താക്കലിന്റെ കാലമാണ്. സിദ്ദിഖിനെ പുറത്താക്കിയാണോ? സിദ്ദിഖിനെ പുറത്താക്കാൻ പറ്റില്ലല്ലോ. ഇക്കാനെ പുറത്താക്കിയിട്ട് എന്തെങ്കിലും പരിപാടി ഇവിടെ ആരെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടോ? ഇക്കല്ലാത്ത എന്തെങ്കിലും പരിപാടി ഇവിടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ എത്ര എണ്ണത്തിനെ പുറത്താക്കണ്ട? അങ്ങനെയാണെങ്കിൽ ആദ്യം മോഹൻലാലിനെ പുറത്താക്കേണ്ടി വരും. നടക്കുവോ? നടക്കൂല. ഷൈൻ ടോമിനൊക്കെ പുറത്താക്കാൻ പറ്റും. അപ്പൊ ഇവര് ഷെയ്ൻ നിഗം, ഷൈൻ ടോം, മേജർ രവി എന്താ പുറത്താക്കുക? മറ്റവരുണ്ടല്ലോ മറ്റെന്താ ഈ നമ്മുടെ ഒരു മേജർ രവി എത്ര 2 തട്ടിപ്പ് 1 തട്ടിപ്പ് കേസ് ഇതൊന്നും ഇവനില്ലല്ലോ. വേറെ ആളുണ്ടല്ലോ മറ്റേ മുകേഷിനെതിരെ പീഡനപരാതി ഉള്ളവർ ഒരിടത്തും സിനിമയൊന്നും പുറത്താക്കിയില്ല, പാർട്ടിയിൽ നിന്നും പുറത്താക്കിയില്ല, MLA ഒന്നും മാറ്റുന്നില്ല, ഒന്നും കുഴപ്പമില്ല. ഷൈൻ ടോം ഒന്ന് മതിരി ആടി ഓടിയ അവനെ എന്തിനാണ് പുറത്താക്കുന്നത്? പോട്ടെ, ആ പെങ്കൊച്ച് പറഞ്ഞെന്തോ വായിക്കാത്തൊന്ന് ഗ്ലൂക്കോസ് പൊടി പോയെന്നാ പറയുന്നത്. വായിക്കാത്തൊന്ന് പൊടി പറഞ്ഞെന്നൊക്കെ പറയുമ്പോ ഇത് ടിവിയിൽ ചർച്ച ചെയ്യുന്നവരാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതിങ്ങനെ പറയുമ്പോ തന്നെ ആ വാദം തള്ളിയിടണം. അത് അപ്പൊ തന്നെ ഒഴിവാക്കിക്കോളൂ. അത് കേൾക്കുമ്പോ തന്നെ അറിഞ്ഞൂടാ അത് പൊട്ടത്തരാന്ന്. അത് ആ പിള്ളക്കെങ്കിലും പറയാം, മോക്കെങ്കിലും അത് പറഞ്ഞു കൊടുക്കണ്ട ആരെങ്കിലും. അല്ലാതെ വെറുതെ അതിനെ അങ്ങനെയാണ് വിട്ടു. മനസ്സിലായില്ലേ? വീഡിയോ കണ്ടാ മതി മോളെ. മോള് നമ്മുടെ വീഡിയോ ഉണ്ട്, പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്. അത് കയറി അതിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ടിങ് ടിങ് ചാക്കോ ടിങ് ടോങ് ചാക്കോ. അപ്പൊ ഇവരെ ഉടനെ തന്നെ നിയമ നടപടികളും പരാതികളും ഒക്കെ ആയിട്ട് പരാതി കിട്ടിയെന്ന് പറഞ്ഞ നിയമ നടപടി മറ്റേ ആക്ഷൻ എടുക്കുകയാണ്. ഇവനെ പുറത്താക്കാനുള്ള പരിപാടിയാണ്.
അതിനൊക്കെയാ ധൃതി. അതിനാ പെട്ടെന്ന് ആരാന്നറിയാമോ, മറ്റേ ഒരു മറ്റേ എന്ത് നന്ദിയാട്ടില്ലേ മറ്റേ അവനും അത് പറയുമ്പോ തന്നെ ആൾക്കാർക്ക് തിരിയുമായിരിക്കും. നന്ദിയാട്ടിനെ സിനിമാക്കാർ തന്നെ നോക്കി വിട്ടിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ കുറെ പരിപാടികൾ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് മറ്റവനുണ്ടല്ലോ, വേറെ ഒരുത്തനുണ്ടല്ലോ ഇനിയിപ്പോ ഷൈൻ ടോം മാത്രമേ ഇത് യൂസ് ചെയ്യുന്നുള്ളല്ലോ. അപ്പൊ പിന്നെ പുള്ളി അങ്ങ് പുറത്താക്കി കഴിഞ്ഞാൽ ക്ലീൻ ആയില്ലേ. അതോടുകൂടി ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ്. സിനിമാ ഫീൽഡില് ലഹരി ഉപയോഗിച്ചായിട്ടൊന്നും പറയുന്നില്ല. ലഹരി കടത്ത് നടന്ന സ്ഥലത്തെങ്ങാണ്ട് വെച്ച് ഒരു സ്വിമ്മിംഗ് പൂള് ചാടി എന്നുള്ളതാണ് പ്രശ്നം. അല്ല, അവിടെ ലഹരി ഒന്നും കണ്ടെത്തിയതായിട്ടും പറയുന്നില്ല ഇപ്പോഴും. പക്ഷെ അല്ല, ഞാൻ പറയുന്നത് ഈ ലഹരി ഉപയോഗിച്ചു എന്ന് പറഞ്ഞോണ്ടാണല്ലോ ഈ പിടിക്കാൻ നോക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ചുമ്മാ ചാടി ഓടി ഒരാളെ പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതാണല്ലോ ഇവർ ആരോപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം ഹുസൈൻ ബോൾട്ടിനൊക്കെ പിടിക്കേണ്ടി ആരോപിക്കുന്നതല്ലേ, ആരോപണം എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു. ആരോപണം ഉന്നയിക്കുന്നപ്പോ ആർക്കെതിരെ എന്തോ ആരോപണം വേണമെങ്കിലും ഉന്നയിക്കാം. ഇൻഫർമേഷൻ കൊടുക്കാം, ഒരാളുടെ ഭാവി തകർക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. അയാളെ പിടിച്ച് പോലീസ് പിടിച്ചെന്ന് പറയാൻ കൊക്കൈൻ കേസിൽ അയാളെ കൊക്കൈൻ കേസ് ഉണ്ടായില്ലേ, കൊക്കൈൻ കേസ് ഉണ്ടായിട്ട് കൊക്കൈൻ കേസിൽ കോടതി അയാളെ വെറുതെ ടാർഗറ്റ് ചെയ്യുന്നേ. അതാ പറഞ്ഞത്, എന്താ പ്രശ്നമുണ്ടല്ലോ. നല്ലൊരു നടനാണ്, പല മക്കൾക്കും അത് ബുദ്ധിമുട്ടാണ്, പലർക്കും വെല്ലുവിളിയാണ് മൊത്തം മക്കൾക്ക്. പിന്നെ അത് മാത്രമല്ല, ഇത് മട്ടാഞ്ചേരി മാഫിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പോലെയാണെന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ട് വേറൊരു വിഭാഗം ആൾക്കാർ. മനസ്സിലാവുണ്ടോ? മട്ടാഞ്ചേരി മാഫിയ. എങ്ങനെ ഈ മട്ടാഞ്ചേരി എന്ന സ്ഥലം ഒരു കണ്ടിട്ടുണ്ടോ? അവിടെ എവിടെ മാഫിയ ഉണ്ടോ? അവിടെ എവിടെയും മാഫിയ. നായർ ലോബി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നായർ ലോബി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അതുണ്ട്. ആ അല്ല, മട്ടാഞ്ചേരിയിൽ എങ്ങനെയാ നായർ ലോബി ഉണ്ടാവണത്? തിരുവനന്തപുരത്ത് അല്ല, അവിടെ നായന്മാരില്ല. അവരവിടുന്ന് പോയി, അവരെല്ലാരും പോയി, അവരവിടുന്ന് ഒഴിവാക്കി. ഇവിടെ ഈ പാലാട്ടത്തൊക്കെ നായന്മാരുടെ സ്ഥലമൊക്കെ ആയിരുന്നത്. ഈ പാലാട്ടോ ഈ ഭാഗത്തൊക്കെ നായന്മാരായിരുന്നു. അല്ല, ഇത് SNDP അപ്പുറത്തോട്ട് മാറിയിട്ട് നമ്മുടെ എന്റെ ആ റോഡില് അവിടെയൊക്കെ നായന്മാരായിരുന്നു. അവരൊക്കെ ഇവിടുന്ന് പോയി. ക്രിസ്ത്യാനികൾ ഇൻവേഡ് ചെയ്തോട്ടോ. ക്രിസ്ത്യാനികൾ ഇവിടെ ഇൻവേഡ് ചെയ്ത് ഇവർ ഇവിടുന്ന് പുറത്താക്കിയത്. മറ്റേ മുസ്ലിങ്ങൾ മറ്റേ കാശ്മീരിൽ നിന്ന് പണ്ഡിറ്റുകളെ ഓടിച്ച പോലെ ഇവിടുന്ന് നായന്മാരെ ഓടിച്ചു വരും. മനസ്സിലാണ്? ഇതിനെ കുറിച്ച് ഇവിടെ ആരും ചർച്ച ചെയ്യാനുള്ള. മാഫിയകൾ മാത്രമേ ഉള്ളൂ മട്ടാഞ്ചേരിയിൽ. ഈ മാഫിയയുടെ തലവനാണ് മാഫിയ ശശി. അല്ലല്ല, അല്ലേ? സിനിമയിലെ മാത്രം. സിനിമയിലെ ഒരു മാഫിയ ഉണ്ട്, അതിനകത്ത് തലവനാ മാഫിയ ശശി. ശശിന്ന് കേട്ടാ തന്നെ അറിഞ്ഞൂടെ, അയാളൊന്ന് വെറുതെ അത് കടവാത്, അതിനെ കൊണ്ടൊന്നും നടക്കൊന്നുമില്ല. എന്താ പേര്? ശശി കഴിഞ്ഞു. അതിന് മാഫിയൊക്കെ കൂടെ മാഫിയ എന്ന് പേര് വരുന്ന പുള്ളിക്ക്. അത് പറഞ്ഞാലും ശരിയാ, മാഫിയ. മാഫിയ നല്ല പടത്തി വല്ലാണ് പുള്ളി. അയ്യോ, പള്ളി പൊളിക്കുന്നു. ഇതെന്താ UP-യോ? നോക്കണോ, ഇവിടെ കാണിക്ക്. JCB പള്ളി പൊളിക്കുന്നു. യോഗി കേരളത്തിലെത്തി ഗായ്സ്. യോഗി പണി പാളി. അപ്പോ ഇവർ ഈ പരിപാടി അവതരിപ്പിക്കുന്നതിനകത്ത് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടോന്ന് ഞാൻ എൻ്റെ ഒരു സംശയം രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഈ സന്ദർഭം. ഇത് മാഫിയയും ലോബിയും തമ്മിലുള്ള ഒരു യുദ്ധമായി മാറാൻ സാധ്യതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും മാഫിയയും ലോബിയും തമ്മിൽ യുദ്ധമുണ്ട്. തിന്മയും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. അവരിവിടെ ഒരു പ്രത്യേക മറ്റേ ആളുണ്ടല്ലോ, എന്താ അവന്റെ പേര്, മറ്റേ ബി ഉണ്ണികൃഷ്ണൻ. ഈ ബി ഉണ്ണികൃഷ്ണനെതിരെ ഒരു സാധനം വന്നായിരുന്നു. ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ മറ്റേ ഭീഷണിപ്പെടുത്തിയൊന്നും പേടിപ്പിച്ചൊന്നും ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാ. അതിനകത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഒരു സ്ത്രീയായ ഒരു പ്രൊഡ്യൂസറെ ഇനി നിന്നെ കൊണ്ട് സിനിമ ചെയ്യിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കിയപ്പോഴും ഇവിടെ അതൊന്നും ഒരു വലിയ പ്രശ്നമായൊന്നുമില്ല. ആർക്കും ഒരു പരാതിയില്ല, ഒരു പ്രശ്നവും അതൊക്കെ ഇങ്ങനെ നൈസായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അവർ ഈ മാഫിയക്കാര് എന്തെങ്കിലും പരിപാടിക്കകത്ത് ഇടപെടുമ്പോഴാണ് ഇവിടെ വലിയ പ്രശ്നമാകുന്നത്. ലോബി ഇത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല. അതാണ് എൻ്റെ പ്രശ്നം. ഞാൻ പ്രശ്നത്തിലാകുന്ന അവിടെയാ. എൻ്റെ ചോദ്യം അതാണ്. ഞാൻ ഈ കേരള സമൂഹത്തിനോട് ഇത് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. മാധ്യമങ്ങളെ, നിങ്ങളിത് കാണുന്നില്ലേ? നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാണോ? ഇതൊരു ന്യായമാണോ? ഇതിനകത്ത് എവിടെയാണ് നിങ്ങളുടെ മറ്റേ മാധ്യമധർമ്മം? നിങ്ങൾ ധർമ്മമല്ല, നിങ്ങൾ ധർമ്മക്കാരാകുകയാണ്. കാശ് കിട്ടാൻ വേണ്ടിയുള്ള പരിപാടി മാത്രമായി മാറിപ്പോയി. നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. TG ഗോപകുമാറൊക്കെ ഉണ്ടായിരുന്ന കാലം. കണ്ണാടിയിലേക്ക് സ്വാഗതം, അതൊന്ന് പറഞ്ഞോ. അങ്ങനെയല്ലേ? അല്ല, കുറച്ചുകൂടി ബേസ് വേണം. കണ്ണാടിയിലേക്ക് സ്വാഗതം. അയ്യോ, അത് ഭയങ്കര ഒച്ചയത്. കണ്ണാടിയിലേക്ക് സ്വാഗതം. അത് കണ്ണാടി വെച്ച് വരും പുള്ളി കൊള്ളാർന്നു. അതുപോലെയൊക്കെയുള്ള മാധ്യമപ്രവർത്തകരൊക്കെയാണ് ഇന്നത്തെ കാലത്ത് പഴയകാല മാധ്യമപ്രവർത്തകർ.
ഇപ്പോഴത്തെ കാലത്ത് മാധ്യമപ്രവർത്തകർ പോരാ, അമേദ്യമ പ്രവർത്തകർ. ഇപ്പൊ അമേധ്യമ പ്രവർത്തകരാണ്. ഈ പഴയകാല മാധ്യമപ്രവർത്തകരായിരുന്നു പ്രവർത്തകർ. അവർ പ്രവർത്തിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അവരൊരു കാര്യത്തിനെ സമീപിക്കുന്നത്, അവരതിനു വേണ്ടി നിലകൊള്ളുന്നതും അവരുടെ ഒരു ഉത്തരവാദിത്വം. മലയാള മനോരമ ദേശാഭിമാനി. ഒരു ഇച്ഛാശക്തി, ഇച്ഛാശക്തി നല്ലൊരു വാക്കത്. ഇച്ഛാശക്തി എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ആർജവം. ആർജവം നല്ല വാക്കാട്ടോ. ഉപയോഗിക്കാൻ കൊതി തോന്നുന്നു. ഇടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട് ആർജവം എവിടെയെങ്കിലും ഉപയോഗിക്കണം. കേൾക്കുമ്പോ തന്നെ ഒരു ആർജവം തോന്നാറുണ്ട്, ഒരു ഗർജനം പോലെയൊക്കെ തോന്നുന്നു അല്ലേ? നല്ലൊരു നമ്മളിവിടെ നിർത്തി കാര്യങ്ങളൊക്കെ പറയുമ്പോ മുഖത്ത് നോക്കി പറയണ്ടേ? മുഖത്ത് നോക്കിയാണ് പറ. ഷൈൻ ടോം ചാക്കോ മോനെ നീ സൂക്ഷിക്കണം കേട്ടോടാ കൂട്ടാ. ശരിയാ. നീ ഇങ്ങനെ മോളിൽ നിന്ന് എടുത്ത് ചാടുന്ന സമയത്ത് ചിലപ്പോൾ സ്വിമ്മിംഗ് പൂളാണെന്ന് അടുത്ത പ്രാവശ്യം തോന്നും. ചാടരുത്, മനസ്സിലായോ? അടുത്ത പ്രാവശ്യം സ്വിമ്മിംഗ് പൂളിലോട്ട് ആയിരിക്കത്തില്ല നീ ചാടുന്നത്. താഴെ എപ്പോഴും സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്നുള്ളൊരു ധാരണ വരും ഇതോടെ, മനസ്സിലായോ? ജെല്ല് തുറക്കുക, സ്വിമ്മിംഗ് പൂളിൽ ചാടുക, ഓടുക. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങനെയാ ചെയ്തതെന്ന്. അതോട് ഞാൻ ഇത്തവണ സ്വിമ്മിംഗ് പൂളിൽ ചാടി ഓടുമെന്നും പറഞ്ഞു. ഇനി ചാടരുത് കേട്ടോ. ചിലപ്പോ വല്ല ടാർപ്പോളി വിരിച്ചിട്ടാണേലും മതി, ഇവനെടുത്ത് ചാടും. തലേക്കൊരു സീനുണ്ട്. മോഹൻലാലാണ് എടുത്തിയാണ് സ്വിമ്മിംഗ് പൂളിൽ. മോഹൻലാലോ സ്വിമ്മിംഗ് പൂളിൽ ചാടുന്നു? ഹൈറ്റ് കണ്ട്. ആരാ? മോഹൻലാലാണോ സുരേഷ് ഗോപിയാണോ? സുരേഷ് ഗോപി ആരോ ചാടുന്നുണ്ട് വേണ്ടി സ്വിമ്മിംഗ് പൂളിനകത്ത് തൊട്ട്. എന്നാ വിറ്റാണോ അത്? വലിയ നിരടമുണ്ട്. സുരേഷ് ഗോപി ചാടി നല്ല രസമായിരിക്കും കാണാൻ. എന്തുമായിരിക്കും? അതെങ്ങനെയായിരിക്കും പറയാം. മറ്റേ താഴേക്ക് പോകുമ്പോ അപ്പൊ ഇയാള് പതുക്കെ വരുള്ളൂ. കാരണം താഴേക്ക് പതുക്കെ എത്തുള്ളൂ. കാരണം ഇങ്ങനെ തല ഇങ്ങനെ ആട്ടുമല്ലേ, അപ്പൊ ഈ ഫ്രിക്ഷൻ ഉണ്ടാവും എയറില്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഇങ്ങനെ തല ഇങ്ങോട്ട് വെക്കുമ്പോ ബോഡി അങ്ങോട്ട് പോകും. ഇങ്ങനെ ആടി ആടി വരും. അപ്പൊ താഴെ ആൾക്കാർ പറയും എന്തോ ആടി വരുന്നുണ്ടല്ലോ. ആടി വാ കാറ്റേ, പാടി വാ കാറ്റേ, ആയിരം പൂക്കൾ മുള്ളിവാ, അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മുന്താരപ്പൂക്കൾ മുള്ളിവാ, മറ്റൊരു പാട്ട് കേട്ടോ. ഇത് ശ്രദ്ധിച്ചാണ്. ഇത് ശ്രദ്ധിക്കാം. അതായത് ഞാനേ ഇന്നൊരു പാട്ടിങ്ങനെ ആലോചിക്കുക. അതായത് മറ്റേ ആലുവ പുഴ പിന്നെയുമൊഴുകി, അത് തന്നെ. ആയിരം പാദസരങ്ങൾ കിലുങ്ങി, ആലുവ പുഴ പിന്നെയുമൊഴുകി, ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി, ആയിരം പാദസരങ്ങൾ കിലുങ്ങി. ഇതിനകത്തെ ഒരു രസമുള്ളതെന്ന് അറിയോ? ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി ആണ്. ആരും കാണാതെ ഒരു ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകിയെന്നും പറഞ്ഞ് ഒരുത്തൻ ഒളിഞ്ഞു നോക്കിയിട്ട് എഴുതുന്ന പാട്ടായത്. മനസ്സിലായോ? ഒന്ന് ആലോചിച്ച് എന്തൊരു. അത് മാത്രമല്ല, എനിക്ക് അതിനകത്ത് വേറൊരു ഒബ്ജക്ട്, ഇത് നല്ലൊരു പോയിന്റ് ആണ്. അതൊരു പീപ്പിംഗ് അതിനകത്ത് ഭയങ്കര വൃത്തികേടുണ്ട്. ഒരു ഭയങ്കര മോശമാണോ അങ്ങനെയൊക്കെ പോയി നോക്കിയിട്ട് അത് എഴുതി വെക്കുക, നാട്ടുകാരെ അറിയിക്കുക. ഭയങ്കര മോശം. ഇതിലും ക്രൈം നന്ദകുമാറാ. പോട്ടെ, ഇതിപ്പോ ഒരു എനിക്ക് ഇഷ്ടമാണ്. ഐ ലവ് യു ടു. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. വേറൊരു സാധനം കൂടി ഉണ്ട്. മറ്റേ നമ്മുടെ ഇതിനകത്ത് ഇയാൾ പറയുന്നതിലൊരു പ്രശ്നം എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പാട്ടിനകത്ത് ഈ ആലുവാപ്പുഴ പിന്നെയൊഴുകി, ആലുവാപ്പുഴ എങ്ങനെ പിന്നെ ഒഴുകുന്നത്? വൺസ് ഒഴുകിയ പുഴ പിന്നെ അവിടെ ഇല്ല. അപ്പൊ പിന്നെ അത് ഒഴുകാൻ പറ്റില്ല, ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അത് ഒഴുകി അങ്ങ് പോവല്ലേ. ആലുവാപ്പുഴ ഒഴുകി അങ്ങനെ എപ്പോഴും ഒഴുകുന്ന കണ്ടിന്യൂറ്റി അല്ലേ? പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ആയിരം പാദസരങ്ങൾ കിലുങ്ങി,
ആലുവാപ്പുഴ എപ്പോഴും ഒഴുകി ആരും കാണാതെയോളവും. ഇവനെ ഈ മറ്റേ ആലുവാപ്പുഴ സൈഡിൽ പോയിരിക്കും നൈസായിട്ട്, എന്നിട്ട് ഇങ്ങനെ മൂപ്പിച്ച് നിക്കുക, മനസ്സിലായി, മറ്റേ പിടിക്കാൻ പോകുന്ന പോലെ. എന്നിട്ട് ഇങ്ങനെ നോക്കും, വേണ്ട ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി എന്ന് പറഞ്ഞങ്ങ് നിക്കുക. ആളാണ് ഉറപ്പുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കുളിസിയും കാണാൻ പോകുന്നവന് തുല്യം. അവനെ കുളിസിങ് കാണാൻ പോയപ്പോ ഒന്നും കിട്ടിയില്ല. അവസാനം ഇവനൊരു പട്ടം പറപ്പിക്കാൻ വേണ്ടി ഇവൻ കണ്ടെത്തിയ സാധനം പുഴ തീരം കൂടി ഇങ്ങനെ ആലിംഗനങ്ങൾ മുഴുകി എന്ന് പറഞ്ഞ എന്താ പറയാ, അതെനിക്ക് പോകുന്നു. ഈറനായ നദിയുടെ മാറിൽ ഈ പളുങ്കു കൽപ്പടവുകളും ഓടിയെത്തും ഓർത്ത് ഇതിനിടയില് ഓമലോളിംഗതവും ഓമനെ ആരോമലേ ഒന്ന് ചിരിക്കൂ ഒരിക്കൽ കൂടി. എന്തിനാന്നറിയോ? ഈ ഒന്ന് ചിരിക്കൂന്ന് ഒരിക്കൽ കൂടി. അങ്ങനെ ചിരിയെന്ന് മനസ്സിലായോ? അതിങ്ങനെ അതോ ഒന്നിച്ചിരിക്കൂന്നാണോ? ഒന്നിച്ചിരിക്കൂന്നായിരിക്കും. അതാ കറക്റ്റ്. അയ്യോ, ഇത് ഏതോ ഡിപ്രഷൻ അടിച്ച പാർട്ടി കേട്ടോ. അതാ ഇതെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഏതോ ഒരു ഫെയിലിയർ ഉണ്ട്, ലവ് ഫെയിലിയർ ആയിരിക്കും. അവൻ ഫെയിലിയർ ആണ് മൊത്തത്തില്. കടവത്ത് പോയിരിക്കും ഇങ്ങനെ ഏതവനാണ് എന്താ ഈ കണ്ട അവിടെയൊക്കെ പോയി ആരെങ്കിലും രഹസ്യമായിട്ട് ആരും കാണാതെ അതെങ്ങനെ ശരിയാന്നേ? അപ്പൊ അവൻ കണ്ടില്ലേ? വേറെ ആരും കണ്ടില്ലെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇയാള്. താനെന്നാ അയാളും കണ്ടത് ഓളവും തീരും അറിഞ്ഞിട്ടില്ല. ഇവൻ ഒളിഞ്ഞു നോക്കുവല്ലേ ഇവൻ, മനസ്സിലായോ? എന്തൊരു ഉളുപ്പില്ലാത്തവനാണ്. ഈ ഒരു ആറ്റ് തീരത്തൊക്കെ പോയി ഇങ്ങനെ ഇരുന്നോണ്ട് കുളിസിയും കാണല്, തുണിയലക്ക് കാണല്, ആലിംഗനം കാണല്. അലക്കുന്ന ഒച്ചയാക്കാന്ന് പറഞ്ഞ അതുപോലെ ഞാൻ മൈരനാന്ന് തോന്നുന്നത്. ഏതൊരാളും ഇവിടെ ഉളുപ്പുണ്ടോടാ നിനക്ക്? നിനക്ക് അമ്മയും പെങ്ങളും ഒന്നും ഇല്ലടാ. ഈ നാടിനൊരു സംസ്കാരമുണ്ട്. ഈ നിലാവും ഈ കുളിർ കാറ്റും ഈ വിടർന്ന നീർക്കുമിളകളും. ഇവ വെള്ളത്തിലിറങ്ങി വളി കിട്ടും. ഉറപ്പാ. അവൻ എന്തെല്ലാം തറ വേല ഭയങ്കര ഊളയാ. ഊള നീർക്കുമിളകൾ. അതാ സാധനം. ബാക്കി എങ്ങനെയാന്ന് അറിയത്തില്ലല്ലേ. മൊത്തം എടുത്ത് അയച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചീത്ത പാട്ടത്. ഈ പാട്ടൊക്കെയാണ് ഇവിടെ ഭയങ്കര ആൾക്കാർക്ക് മനസ്സിലാവാത്തോണ്ടേ. നമുക്കിതെല്ലാം അറിയാലോ. നമ്മളിത് ഡീബഗ് ചെയ്യുമ്പോഴാണ് അതിന്റെ അത് ചെയ്യുന്നത്. അനാവരണം ദീപക് ചെയ്യുന്നു. ദീപക് ചെയ്യുമ്പോൾ ദീപക് ദേവ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള അർത്ഥം. ദീപക് എനിക്ക് ഇഷ്ടമുണ്ടോ? ക്യൂട്ടാ പുള്ളി. ഓരോരുത്തന്മാരൊരു അവസ്ഥ. ഒരു കുഞ്ഞി പിള്ളേരുടെ മൂടാ എനിക്ക് പുള്ളിയോട്. ഒരു കൊച്ചു കൊച്ചു തന്നെ ഓരോ ഇതൊക്കെ ആലുവ മണപ്പുറത്തൊക്കെ പോയിരിക്കുന്ന ഒരു ഇങ്ങനത്തെ ടൈപ്പാണ് അവിടെ. അല്ലല്ല, അവര് ഈ ടൈപ്പ് ഒന്നും അല്ല. ഇത് ഏതോ വാണം കുറ്റിക്കാട്ടി മറൈൻ ഡ്രൈവ് പോയിരിക്കില്ല ആൾക്കാര്. അതുകൊണ്ടല്ലേ അതുപോലത്തെ ആരാണത്. അയ്യോ, എനിക്കത് കേട്ടപ്പോ തന്നെ നാണക്കേടായി. ഉച്ചക്കൊക്കെ മറൈൻ ഡ്രൈവിൽ ഇരിക്കണോ ചില ടീമുകൾ. അതല്ല ഇങ്ങനെ ഒരു പാട്ട്, ഇങ്ങനത്തെ ഒരു അവസ്ഥ. എന്ത് നാണക്കേടാ നമ്മുടെ ഈ സമൂഹത്തിന്. ഈ സൊസൈറ്റിക്ക് ചേർന്ന ഒരു പാട്ടാണോ? അല്ല, പഴമയുടെ നന്മ പറഞ്ഞിട്ട് ഈ പാട്ട് എപ്പോഴും ഇറക്കി വിടുവരും. അന്നേ ഇങ്ങനെയുള്ള ഈ മറ്റേ ഇതുണ്ട്, ഞരമ്പ് രോഗിയാണത്. ഏതോ ഞരമ്പ് ഗാനമെന്നാ ഇത് പറയാൻ. ഞരമ്പ് രോഗികൾ, കുമിളകളും ആലിംഗനം ഈറനായ നദിയുടെ മാറില്ലേ മൂത്തങ്ങ് ഏതാ പിടിച്ചു വന്നപ്പോ മൂത്ത് മാറ് ഒഴുകി മതി. ശരിയെന്നാ നമ്മൾ പിടിക്കുന്നുണ്ട്. ഇതുകൊണ്ട് വിമാരൊക്കെ പിടിക്കാനാ ഞങ്ങള് നിക്കുന്നത്. ഇതുകൊണ്ട് പാട്ടൊക്കെ എഴുതട്ടെ കേട്ടോ. ഇനി ഇങ്ങനെ കൊണ്ടുപോടാ. മനസ്സിലാക്കി വെച്ചോ കേട്ടോ. തന്നെ കാണുമല്ലോ ഇപ്പൊ. ഇല്ലേ വെച്ചു.